അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നാളെ ഉംറയ്ക്ക് വേണ്ടി പുറപ്പെടുന്ന നമ്മുടെ ഉംറ യാത്രക്കാരോടുള്ള ചില നിർദ്ദേശങ്ങളാണ് ഇൻഷാ അല്ലാഹു തആല ഈ വീഡിയോസിലൂടെ നിങ്ങളെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത്. ക്ലാസ്സിലും മറ്റൊക്കെ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പോലെ നാളെ ഇൻഷാ അല്ലാഹു തആല രാവിലെ നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ഉംറയ്ക്ക് വേണ്ടി പുറപ്പെടുന്നവരാണ്. ഉംറയ്ക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ പാലിക്കേണ്ട ചില ആദാബുകളും മര്യാദകളുമാണ് ഇൻഷാ അല്ലാഹു തആല ഉണർത്തുന്നത്. ഇന്ന് രാത്രി വേഗത്തിൽ കിടന്നുറങ്ങാൻ വേണ്ടി നമ്മുടെ ഹാജിമാർ, യാത്രാർത്ഥികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇനി വരുന്ന 1-2 രാത്രികൾ ചിലപ്പോൾ ഉറക്കമില്ലാ രാത്രികളായിരിക്കാം. അതുകൊണ്ട് നിങ്ങളെ ഹറമിലെത്തുന്നത് രാത്രി 11 മണി 12 മണിക്കായിരിക്കും വിശുദ്ധമായിരിക്കുന്ന മക്കയിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്ന ഉടനെ നിങ്ങൾക്ക് തവാഫും സഅയും ഉംറയുടെ അമലുകളൊക്കെ ചെയ്യാനുണ്ട്. അത് ഏകദേശം രാവിലെ വരെ നീണ്ടു നിൽക്കും. അപ്പം ഇന്ന് രാത്രി നിങ്ങൾ ഉറക്കൊഴിച്ചാൽ നാളെ രാത്രിയും ഉറക്കൊഴിക്കേണ്ടി വരും. നല്ലോണം ആരോഗ്യപരമായി ക്ഷീണിതരാവുകയും പലർക്കും പല അസുഖമുള്ളവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് രാത്രി എല്ലാവരും നേരത്തെ കിടന്നുറങ്ങുക. ഇൻഷാ അല്ലാഹ് ഇശാ നിസ്കരിച്ച് ഭക്ഷണം കഴിച്ച് വേഗത്തിൽ കിടന്നുറങ്ങുക. അപ്പം ഇന്ന് രാത്രിക്ക് മുമ്പായിട്ട് സാധനങ്ങളൊക്കെ ബാഗിൽ റെഡിയാക്കുന്നതെല്ലാം അത് അവരവരെ മുന്നിൽ തന്നെ, മക്കളെ ഏൽപ്പിക്കാതെ സ്വന്തം തന്നെ എവിടെയാണ് ബാഗിൽ എന്തെല്ലാം സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ ചിലപ്പോൾ പല സ്ഥലത്തും കൊണ്ടുവന്നിട്ടിരുന്ന ഓരോ കീസിലിങ്ങനെ ഡ്രസ്സുകൾ വേറെ, മരുന്നുകൾ വേറെ, ചെരുപ്പ് വേറെ, അത് വേറെ, ഇത് വേറെ. അതെല്ലാം ഇൻഷാ അല്ലാഹു തആല ഇന്ന് തന്നെ ഓർമ്മിച്ചെടുത്ത് നമ്മളെ ബാഗിലൊക്കെ സെറ്റപ്പാക്കി റെഡിയാക്കി വെക്കുക. ആണുങ്ങൾ ഇഹ്റാമിൻ്റെ 2 ജോഡി ഡ്രസ്സിൽ 1 ജോഡി ഡ്രസ്സ് നമ്മളെ വലിയ ബാഗിലും മറ്റൊരു ജോഡി ഡ്രസ്സ് എയർപോർട്ടിൽ നമുക്ക് എടുക്കാനുള്ളതാണ്. അത് ഹാൻഡ് ബാഗിലോ അല്ലെങ്കിൽ ഹാൻഡ് ബാഗിൽ അത് പിടിക്കുന്നില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ചെറിയൊരു കീസിലെടുത്തൊരു കയ്യിൽ പിടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ലഗേജുകളൊക്കെ വെക്കുമ്പോൾ നമ്മളെ ഹാൻഡ് ബാഗ് കഴിയുന്ന പരമാവധി ഫ്രീ ആക്കുക. നമുക്ക് എയർപോർട്ടിൽ നിന്നൊരു ഭക്ഷണത്തിൻ്റെ പാർസൽ തരും, ഉച്ചഭക്ഷണത്തിൻ്റെ, അത് വെക്കാനൊരു സ്ഥലം വേണം. ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ കഴിക്കാനുള്ള സ്നാക്സോ ഫ്രൂട്ട്സോ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ, ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ബിസ്ക്കറ്റ്, മിഠായി, ചോക്ലേറ്റ് പോലെയുള്ളതെല്ലാം, കുടിക്കേണ്ട ജ്യൂസിൻ്റെ ചെറിയ ബോട്ടിലുകൾ ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ, ഇനി നമുക്കൊരു ജ്യൂസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, കാരണം ഫ്ലൈറ്റിൽ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നേരത്തെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം സാധനങ്ങളൊക്കെ വെക്കുക. മൊബൈൽ ചാർജർ, പവർ ബാങ്ക് തുടങ്ങിയതെല്ലാം ഹാൻഡ് ബാഗിൽ വെക്കേണ്ടതാണ്. അതുപോലെ ബ്ലേഡ്, കത്തി, നെയിൽ കട്ടർ തുടങ്ങിയിട്ടുള്ള, പിന്നെ കയറുണ്ടെങ്കിൽ, ഗം ടേപ്പ് ഉണ്ടെങ്കിൽ തുടങ്ങിയതൊന്നും ഹാൻഡ് ബാഗിൽ വെക്കാൻ പാടില്ല. അതെല്ലാം വലിയ ബാഗിൽ തന്നെ വെക്കണം. അങ്ങനെ സാധനങ്ങളൊക്കെ നേരത്തെ തന്നെ ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് തന്നെ എല്ലാം സെറ്റാക്കി റെഡിയാക്കി ഇൻഷാ അല്ലാഹു തആല നിങ്ങളെ യാത്ര ചോദിക്കാൻ വരുന്ന ആളുകളൊക്കെ വരുന്നവരായിരിക്കും. അവരോടൊക്കെ രാത്രി 8 മണിക്ക് മുമ്പായിട്ട് തന്നെ മടങ്ങിപ്പോകുന്ന രീതിയിൽ സെറ്റാക്കുക. രാത്രി ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉറങ്ങാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതെല്ലാം നേരത്തെ സെറ്റാക്കി രാത്രി നേരത്തെ ഉറങ്ങി സുബഹിക്ക് മുമ്പേ എഴുന്നേറ്റ് തഹജ്ജുദൊക്കെ നിസ്കരിച്ച് സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇറങ്ങുന്നതിൻ്റെ മുമ്പ് ഇഹ്റാമിൻ്റെ സുന്നത്തായ കുളി, ഉംറയ്ക്ക് ഇഹ്റാം കെട്ടാൻ വേണ്ടിയുള്ള സുന്നത്തായ കുളി വീട്ടിൽ നിന്ന് തന്നെ കുളിച്ചിറങ്ങണം. എയർപോർട്ടിൽ കുളിക്കാനുള്ള സമയം മതിയാകുന്നതല്ല. ഓക്കെ, അതിന് മാത്രം ടോയ്ലറ്റ്സുകളും മറ്റു എയർപോർട്ടിലില്ല. എല്ലാവർക്കും കുളിക്കാനുള്ളത്. നമ്മൾ മാത്രമല്ലല്ലോ, നമ്മൾ 10-40 പേരാണെങ്കിൽ 200 ചെല്ലാൻ ആളുകൾ ഉംറയ്ക്ക് പോകുന്നവർ ചിലപ്പോൾ ആ ഫ്ലൈറ്റിലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും എയർപോർട്ടിൽ കുളിക്കാനും പിടിക്കാനൊന്നും സൗകര്യമാവില്ല. പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ചും നടക്കുന്ന വിഷയമല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇഹ്റാമിൻ്റെ സുന്നത്തായ കുളി വീട്ടിൽ തന്നെ കുളിച്ച് ഇറങ്ങേണ്ടതാണ്. കുളിച്ചതിൻ്റെ ശേഷം ആണുങ്ങൾക്ക് ശരീരത്തിലേക്ക് സുഗന്ധം പൂശൽ സുന്നത്താണ്. കുളിൻ്റെ നിയ്യത്ത് പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ടതില്ല. ഉംറയ്ക്ക് ഇഹ്റാം കെട്ടാൻ വേണ്ടിയുള്ള സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്നാണ് മനസ്സിൽ കരുതേണ്ടത്. അതേതായാലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് സുബഹിയൊക്കെ നിസ്കരിച്ച് ബാത്റൂമിൽ കയറുമ്പോൾ തന്നെ
ആ നിയ്യത്തായിരിക്കും, ആ ഒരു കരുത്തായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. ഞാൻ ഉംറയ്ക്ക് ഇഹ്റാം കെട്ടാൻ വേണ്ടിയാണ് ഈ കുളിക്കുന്നത്. അത് തന്നെ, ഈ കുളിക്കുന്നതിൽ സോപ്പ്, ഷാമ്പു, എണ്ണ ഒക്കെ ഉപയോഗിക്കുന്നതിന് വിരോധമൊന്നുമില്ല. ഈ കുളിക്കുമ്പോൾ മുടി പോകുന്നതിനോ നഖം മുറിക്കുന്നതിനൊന്നും വിരോധമില്ല. പിന്നെ കുളിക്കുന്നതിന് മുമ്പ് നഖമെടുക്കൽ സുന്നത്താണ്. മുഖം ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ട രോമങ്ങളൊക്കെ നീക്കം ചെയ്യൽ സുന്നത്താണ് എന്നുള്ളത് നേരത്തെ അറിയാം. അതൊക്കെ വൃത്തിയാക്കൽ, ശാരീരിക വൃത്തി വരുത്തൽ ഉംറയുടെ സുന്നത്തിൽപ്പെട്ടത് തന്നെയാണ്. അത് മുമ്പ് നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹു തആല നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. കുളിച്ചതിൻ്റെ ശേഷം ശരീരത്തിലേക്ക് സുഗന്ധം പൂശൽ ആണുങ്ങൾക്ക് പ്രത്യേകം സുന്നത്താണ്. ആണുങ്ങൾ ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ഇൻഷാ അല്ലാഹു തആല ഹാൻഡ് ബാഗിൽ വെക്കാൻ വേണ്ടി പ്രത്യേകം കരുതി പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പ്രധാനമായും ചെയ്യാനുള്ളത് യാത്ര പറയുക. നമ്മളെ യാത്രയാക്കാൻ വന്ന വീട്ടുകാരും കുടുംബക്കാരൊക്കെ ഉണ്ടാവും. അവരോടെല്ലാം ആണുങ്ങളോടും പെണ്ണുങ്ങളോടും കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്ത് ആലിംഗനം ചെയ്ത് യാത്ര പറയൽ സുന്നത്താണ്. യാത്ര പറയുമ്പോൾ അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക് സബദകല്ലാഹു തഖ്വ വയസ്സർ ലക്കൽ ഖൈറ ഹൈസുമാ കുൻത് എന്ന് തുടങ്ങിയിട്ടുള്ള ദുആകൾ അറിയാവുന്നവർ ചൊല്ലൽ സുന്നത്താണ്. നമ്മൾ സാധാരണ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞിട്ട് മുസാഫഹത്ത് ചെയ്യാറും ആലിംഗനം ചെയ്യാറുണ്ട്. അത് ഇൻഷാ അല്ലാഹു തആല അങ്ങനെ മതി. അറിയാവുന്നവർ ആ ദുആ ചൊല്ലൽ അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക് സബദകല്ലാഹു തഖ്വ വയസ്സർ ലക്കൽ ഖൈറ ഹൈസുമാ കുൻത് എന്ന് പറയലും സുന്നത്താണ്. ഇൻഷാ അല്ലാഹ് അറിയാവുന്നവർ പറയാം. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ 2 റക്അത്ത് നിസ്കരിക്കുക എന്നത് സഫറിൻ്റെ സുന്നത്ത് നിസ്കാരം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ വീടും അഹലും കുടുംബവും സ്വത്തും മുതലുമെല്ലാം അള്ളാഹുവിൻ്റെ അമാനത്തിലായി അവൻ്റെ ഒരു ലോക്കറിലായിട്ട് ഏൽപ്പിച്ചു പോകുന്ന പരിപാടി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതിന് ആ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരത്തിനെ വിശേഷിപ്പിച്ചത്. അപ്പം അതുകൊണ്ട് എല്ലാം കഴിഞ്ഞ് റെഡിയായി യാത്ര പറഞ്ഞ് വാഹനത്തിൽ നമ്മളുടെ കാറിൽ നമ്മളെ ബാഗും മറ്റൊക്കെ കൊണ്ടുപോയി വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഇൻഷാ അല്ലാഹു തആല മുസല്ലടുത്ത് 2 റക്അത്ത് നിസ്കരിക്കും. അല്ലാഹു തആലക്ക് വേണ്ടി യാത്രയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കും. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയിട്ട് ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ്, ഈ 2 സൂറത്ത് ഓതിയിട്ട് 2 റക്അത്ത് സാധാരണ പോലെ നിസ്കരിച്ച് സലാം വീട്ടുക. അത്തഹിയ്യാത്തൊക്കെ ഓതി സലാം വീട്ടിയതിൻ്റെ ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യാം. നമ്മുടെ യാത്ര റാഹത്തിലാകാനും ഒരുവിധ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലൊന്നും പെടാതെ റാഹത്തിൽ യാത്ര പൂർത്തിയാക്കാനും വിശുദ്ധമായിരിക്കുന്ന കഅബാലയത്തിൻ്റെ സമീപത്തേക്ക് നല്ല ആഫിയത്തോടെ റാഹത്തോടെ ഉന്മേഷത്തോടെ എത്തിച്ചേരാനും പടച്ചോൻ്റെ പൊരുത്തത്തിലായി ഇഖ്ലാസോടെ തഖ്വയോടെ തവാഫും ഉംറയുടെ അമലുകളും സഅയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനും യാതൊരു പ്രയാസവുമില്ലാതെ ഉംറയുടെ അമലുകളൊക്കെ പൂർത്തിയാക്കാനും പടച്ചവൻ സ്വീകരിക്കാൻ വേണ്ടിയും അതുപോലെ നമ്മുടെ ദുന്യവിയും ഉഖ്റവിയുമായിരിക്കുന്ന എല്ലാ കാര്യത്തിനു വേണ്ടിയും അള്ളാഹുവിനോട് അവിടുന്ന് വെച്ച് ദുആ ചെയ്യാം. നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് നിന്നതിൻ്റെ ശേഷം മുസല്ലയിൽ വലത് കാല് മുന്നോട്ട് വെച്ച് ഒരു ദുആയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളുലിമ ഔ ഉളിലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. അള്ളാഹുവേ, യാത്രയിലുടനീളം എന്നെക്കൊണ്ട് മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടോ അബദ്ധമോ പാകപ്പിഴവുകളോ അക്രമമോ വിവരക്കേടോ എന്തെങ്കിലും സംഭവിച്ചു പോകുന്നതിനെ തൊട്ട് ഞാൻ കാവലത്തോടുന്നു. അള്ളാഹുവേ, യാത്രയിലുടനീളം മറ്റൊരാളെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും അബദ്ധമോ അക്രമമോ അന്യായമോ പാകപ്പിഴവുകളോ എനിക്ക് സംഭവിച്ചു പോകുന്നതിനെ തൊട്ടും അള്ളാഹുവേ ഞാൻ നിന്നോട് കാവലത്തോടുന്നു. ഒരാൾക്കും എന്നെക്കൊണ്ടൊരു ബുദ്ധിമുട്ടും വിഷമവും വരാൻ പാടില്ല, മറ്റൊരാളെ കൊണ്ട് എനിക്കും ഒരു ബുദ്ധിമുട്ടും വിഷമവും വരാൻ പാടില്ല എന്ന അർത്ഥത്തിലുള്ള ദുആ മലയാളത്തിൽ തന്നെ പറഞ്ഞാൽ മതി, അറബിൽ അറിയാത്തവർ. അങ്ങനെ ദുആ ചെയ്തിട്ട് ഇൻഷാ അല്ലാഹു തആല പുറത്തിറങ്ങി. ഈ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം മറ്റു ദുന്യവിയ സംസാരങ്ങളൊക്കെ ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദിക്റുകളും ദുആകളും ആയത്തുൽ കുർസി ഓതുക, ലീലാഫി ഖുറൈശ് ഓതുക, ഇന്നാ അൻസൽനാ ഓതുക, അതേപോലെ തന്നെ അറിയാവുന്ന ചെറിയ സൂറത്തുകളൊക്കെ ഓതൽ സുന്നത്താണ്. ആയത്തുൽ കുർസി വർദ്ധിപ്പിക്കൽ ധാരാളം സുന്നത്താണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടത് കാല് പുറത്ത് വെച്ച് ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലി പുറത്തിറങ്ങൽ സുന്നത്താണ്. പുറത്തിറങ്ങിയതിൻ്റെ ശേഷം ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ് എന്ന സൂറത്തുൽ ഖസസിൻ്റെ അവസാന ഭാഗത്തുള്ള ആയത്തിൻ്റെ ആ ഭാഗം 3 പ്രാവശ്യം പുറത്തിറങ്ങി ഓതലും അതിന് ഒരു നമ്മളെ വിരലുകൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കോൽ കഷ്ണം കണ്ടോ മറ്റു നിറക്കണമെന്നില്ല, അവിടെ പെന്നും പെൻസിലും വേണമെന്നൊന്നുമില്ല. ഒരു ചുമരിൻ്റെ മേൽ ഒറ്റ അക്ഷരമായിട്ട് എഴുതിയത് നല്ലതാണ്.
അലിഫ് നൂന് അലിഫ് ദാല ലാമ് ദാല് ആ നിലക്ക് ഞാൻ വേണമെങ്കിൽ പിന്നീട് ഒരു ഒരു പേപ്പറിൽ എഴുതിയിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് വിടാം ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ താഴെ. ആ നിലക്ക് ആ ആയത്തിന് ഒറ്റ അക്ഷരമായിട്ട് എഴുതലും നല്ലതാണെന്ന് അനുഭവസ്ഥരായ മുജറബാത്തിൽപ്പെട്ട ചില വിഷയങ്ങളായിട്ട് പണ്ഡിതന്മാരത് എഴുതി വെച്ചിട്ടുണ്ട്. അതും ചെയ്യൽ നല്ല തന്നെയാണ്. പിന്നെ വാഹനത്തിൽ കയറുമ്പോൾ ഉള്ള ദിക്ർ എല്ലാവർക്കും അറിയാം. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما تحب وترضى. اللهم هون علينا سفرنا وتب عنا بعدا. اللهم أنت الصاحب في السفر والخليفة في الأهل والمال والولد. തുടങ്ങിയിട്ടുള്ള യാത്രൻ്റെ ദുആകളുണ്ട്. അതൊക്കെ ദുആ ചെയ്യലും മറ്റൊക്കെ സുന്നത്താണ്. അറിയാവുന്നവർ ആ ദുആ ചൊല്ല്, അല്ലാത്തവർ സ്വലാത്തും ദിക്റുകളും തസ്ബീഹുകളുമായിട്ട് ഇൻഷാ അല്ലാഹു തആല മുന്നോട്ട് പോവുക. അല്ലാഹു തആല എല്ലാം ഖൈറാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹു തആല എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഉസ്താദിൻ്റെ അമീറിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോവുക. അല്ലാഹു എല്ലാം ഖൈറും റാഹത്തിലുമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.